നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. നവീൻ ബാബുവിന്റെ കുടുംബം നൽകിയ ഹർജിയാണ് തള്ളിയത്. നേരത്തെ സിംഗിൾ ബെഞ്ചും ഹർജി തള്ളിയിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും CBI അന്വേഷണം വേണമെന്നുമാണ് ഭാര്യ മഞ്ജുഷയുടെ ആവശ്യം. എന്നാൽ മരണത്തിൽ ദുരൂഹതകളില്ലെന്നും ഇതൊരു ആത്മഹത്യയാണെന്നും ആത്മഹത്യയ്ക്കുള്ള കാരണം മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള PP ദിവ്യ ആ പൊതുവേദിയിൽ വെച്ച് അധിക്ഷേപിച്ചതിൽ മനം നൊന്താണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടെത്തലിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഡിവിഷൻ ബെഞ്ചും ഈ ഒരു ആവശ്യം തള്ളിയിരിക്കുകയാണ്. ഏതായാലും നിരാശയാണ്. മറ്റു കാര്യങ്ങൾ നിയമപരമായി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. CBI അന്വേഷണം എന്ന് ഈ കേസിൽ ഉണ്ടാകുന്നു അന്ന് മാത്രമേ ഞങ്ങൾക്ക് പൂർണ്ണമായി നീതി ലഭിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. വ്യക്തമായി വിശദമായി തന്നെ പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇനി ഇറങ്ങുന്നത്. എന്തായാലും നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. CBI അന്വേഷണം ലഭിക്കാനായി ഏതറ്റം വരെ പോകുമോ അത് ചെയ്യുമെന്ന് വ്യക്തമാക്കുകയാണ് മഞ്ജുഷ. മാത്രമല്ല, ഇന്ന് ആദ്യമായി നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം ആദ്യമായി നവീൻ ബാബുവിന്റെ മൂത്ത മകൾ പ്രതികരിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രധാനമായും തങ്ങൾക്ക് മറ്റൊരു വിഷയം അത് മാധ്യമ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തിയത്. തങ്ങളുടെ കൊച്ചച്ഛൻ, അതായത് നവീൻ ബാബുവിന്റെ സഹോദരനെ അനവധി വാർത്തകളിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ഞങ്ങളെ ചതിച്ചു എന്ന് പറയുന്നുണ്ട്. നിയമപരമായ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒറ്റയ്ക്കല്ല തീരുമാനമെടുക്കുന്നത്. ഞങ്ങൾ എല്ലാവരും വ്യക്തമായി ഒരുമിച്ചിരുന്ന് ഡിസ്കഷൻ ചെയ്തതിനു ശേഷം മാത്രമാണ് ആ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാണ് ഞങ്ങൾക്ക് അദ്ദേഹം. ഞങ്ങളുടെ വേദന പോലെ തന്നെ, ഞങ്ങൾക്കുണ്ടായ വേർപാട് പോലെ തന്നെയാണ് അദ്ദേഹത്തിനും ഉണ്ടായിരിക്കുന്നത്. കാരണം അച്ഛനും അദ്ദേഹവും അത്രയ്ക്കും ബോണ്ടുള്ള രണ്ട് വ്യക്തികളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ടതില്ല. മാത്രമല്ല, മഞ്ജുഷയും പറഞ്ഞു, തങ്ങളെ പിന്തുണയ്ക്കുന്നവരെ ഇത്തരത്തിൽ അവരുടെ മനോവീര്യം തളർത്തിക്കൊണ്ട് അവരെ പിന്നോട്ട് വലിക്കുക എന്നതാണ് ഇപ്പോൾ ശത്രുക്കളുടെ പുതിയ തന്ത്രമെന്ന് പറയുകയാണ്. ഇനിയും ഉന്നതർ ഈ കേസിൽ ഉൾപ്പെടാനുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായി ശിക്ഷ ലഭിക്കാൻ ഇപ്പോൾ ഒരു കേസ് നടക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള അന്വേഷണവും നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിലെ പ്രതികൾ അവർ ഏതായാലും ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. അവർ ഏതായാലും കേസിൽ നിന്ന് ഊരിപ്പോരുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമായിരിക്കുകയാണ്. എന്തായാലും നവീൻ ബാബുവിന്റെ കേസ് അന്വേഷണം CBI അന്വേഷണം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തി നിൽക്കുകയാണ്.